സജൻപൂർ ഗ്രാമം അതിന്റെ ഭരണാധികാരത്തിലും കടുത്ത ശിക്ഷയിലും പ്രസിദ്ധിയാർജിച്ചതാണ്. അവിടുത്തെ ജയിൽ ഒരു വലിയ കോട്ടയിലായിരുന്നു. ആ ജയിലിൽ സിറ്റിയിലെ വലിയ റൗഡിയെ അറസ്റ്റ് ചെയ്തു വെച്ചിരുന്നു. പക്ഷേ പോലീസിന്റെയും ഭരണാധികാരത്തിന്റെയും കടുത്ത ശിക്ഷകൾ ഉണ്ടായിരുന്നിട്ടും മാനിയ അവിടെ ഉണ്ടായിരുന്ന എല്ലാരെയും പേടിപ്പിച്ചു വെച്ചിരുന്നു. ഏയ്, നിനക്ക് കണ്ണു കാണുന്നില്ലേ? ഞാൻ ഇവിടെ ശാന്തമായിരിക്കുന്നുണ്ടല്ലോ. ചെല്ല്, ആ സ്ഥലത്ത് ചെന്ന് ക്ലീൻ ചെയ്. ഞാൻ പോയില്ല. നീ എന്താ ചെയ്യുക? ഇപ്പോൾ നീ അവരുടെ അടുത്താണ് സംസാരിക്കണമെന്ന് അറിയാമോ? പണി ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ബില്ലായനോട് ഇതിന് മുകളിൽ നീ സംസാരിക്കണ്ട. മാനിയുടെ ഇങ്ങനത്തെ പ്രവൃത്തി കാരണം എല്ലാരും വിഷമത്തിലായിരുന്നു. ആ സെല്ലിൽ വേറെയും തടവുകാരുണ്ടായിരുന്നു. പക്ഷെ മാനിയുടെ സ്വഭാവം അവരെല്ലാരെക്കാളും മോശമായതും വളരെ ക്രൂരവുമായിരുന്നു. ദിവസം മുഴുവൻ മോഷ്ടിക്കുക, ജനങ്ങളെ കഷ്ടപ്പെടുത്തുക, അത് അവന്റെ ശീലമായി മാറി. അതുകൊണ്ടാണ് അവൻ സജൻപൂർ ജയിലിൽ തടവിലായിരിക്കുന്നത്. തന്റെ ജീവിതം തന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന മാനിയ എത്രയും പെട്ടെന്ന് ജയിൽ ശിക്ഷയിൽ നിന്നും പുറത്തു വരണമെന്ന് കരുതി. നീ എങ്ങനെ ഉണ്ട് മാന്യ? ഞാൻ ഇവിടെ സുഖമില്ല കിഷൻ. ഈ ജയിലിൻ്റെ അകത്ത് ഞാൻ സന്തോഷമായിരിക്കാൻ പറ്റില്ല. എനിക്ക് എതുവും അറിയില്ല. നീ എന്തെങ്കിലും ചെയ്. പക്ഷേ എന്നെ ഇവിടെ നിന്ന് വേഗം പുറത്ത് കൊണ്ടുപോ. നിന്റെ കഷ്ടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാന്യ. പക്ഷേ എനിക്ക് അവകാശം വേണം. ഞാൻ വേഗം തന്നെ നിന്നെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകും. എൻ്റെ പ്ലാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിനു വേണ്ടി നീ കുറേ സമയം വെയിറ്റ് ചെയ്യണം. പ്ലാനോ? ഏത് പ്ലാൻ? ഞാൻ പറയാനാ. കിഷൻ വളരെ പതുക്കെ മാനിയോട് തന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആ പ്ലാന് കേട്ടതും മാനിക്ക് ഒരുപാട് സന്തോഷമായി. പെട്ടെന്നൊരു ദിവസം ജയിലിലുണ്ടായിരുന്ന പാതി തടവുകാർക്ക് അസുഖം പിടിച്ചു. അവരെല്ലാരെയും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ജയിലിൽ എങ്ങനെയാണ് 100 കൈദികൾക്ക് സുഖമില്ലാതെ പോയത്? അത് കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ, കൈദികളുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ മോശമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ എല്ലാവർക്കും ഫുഡ് പോയ്സൺ ആയിട്ടുണ്ട് സാർ. ഇവിടെ നോക്ക്, എനിക്കതിനെ പറ്റി ഏതും അറിയില്ല. ഒരേ സമയത്ത് ഇത്ര കൈദികൾക്ക് സുഖമില്ലാതെ പോവത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിനെ നാശനമാക്കും. ഇനി മുതൽ ഇതുപോലെ തെറ്റ് നടക്കാനേ പാടില്ല. മനസ്സിലായോ? ശരി സാർ. ഒരു വശത്ത് പോലീസിന്റെ തലയിൽ ഭാരം അധികമായി വന്നു. പിന്നെ മറ്റൊരു വശത്ത് മാനിയ വളരെ ദേഷ്യത്തോടെ തിളച്ചുകൊണ്ടിരുന്നു. നിനക്കെന്താ ഒറ്റുപിടിച്ചോ കിഷൻ? ഇന്നലെ ഇത്ര വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് നീ ഇന്നലെ തന്നെ എന്നെ പുറത്ത് കൊണ്ടുപോകാത്തത്? ഇവിടെ നോക്ക്, നീ ദേഷ്യത്തോട് ഉണ്ടെന്ന് അറിയാം. പക്ഷേ പോലീസ് പാതുകാപ്പ് അധികമായത് കാരണം എന്നെ കൊണ്ട് നിന്നെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ കഷ്ടപ്പെടണോ? ഇല്ല, ഞാൻ അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. അതെങ്ങനെ? സമയം വരുമ്പോൾ എല്ലാം തന്നെ മനസ്സിലാകും. നീ ബാക്കിയുള്ള കൈദികളെ പോലീസിന് എതിരായിട്ട് തിരിച്ചുവിടണം. പിന്നെ ആ കിച്ചണിലുള്ള രാമുവെ ജയിലിൽ നിന്നും പുറത്താക്കണം. കിഷൻ പറഞ്ഞത് കേട്ട് മാനിയ തടവുകാരെ എല്ലാം പോലീസിന് നേരെ തിരിച്ചുവിട്ടു. എന്നിട്ട് രാമുവിനെ ജയിലിൽ നിന്നും പുറത്തേക്ക് അയക്കാനുള്ള പദ്ധതി ഒരുക്കി. മാനിയ പറഞ്ഞത് കേട്ട് തടവുകാരെല്ലാവരും പോലീസിന് നേരെ സമരം ചെയ്യാൻ തുടങ്ങി. ഏൽക്കില്ല, ഏൽക്കില്ല, കൈദികൾക്ക് അക്രമം ഏൽക്കില്ല. ഞങ്ങളുടെ കോരിക്കയെ നിറവേറ്റു. പണി ചെയ്യാതെ രാമുവിനെ ജയിലിൽ നിന്ന് പുറത്താക്കൂ. ഇത് എന്താ കളിയാണ്? എല്ലാവരും കണ്ടില്ലേ? ഒരു വശത്ത് തടവുകാരെല്ലാവർക്കും സുഖമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് നമ്മൾ ന്യായത്തിന് വേണ്ടി ഒരുവർക്കെതിരായി കുരൽ കൊടുത്താൽ പോലീസ് നമ്മൾ തന്നെ പ്രശ്നം കേൾക്കുന്നു. ശരിയായി പറഞ്ഞത്, ശരിയായി പറഞ്ഞത്. അതെ, ശരിയായി പറഞ്ഞത്. ഇവിടെ നോക്ക്, നിങ്ങളുടെ കോരിക്കയെ ഞങ്ങൾ ഏൽക്കുന്നു. പെട്ടെന്ന് തന്നെ രാമുവിനെ പുറത്താക്കിയിട്ട് ഒരു പുതിയ പാചകക്കാരനെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കിച്ചണിൽ കൊണ്ടുവരാം. പോലീസ് വാക്കു നൽകിയതുപോലെ ജയിലിൽ ഒരു പുതിയ പാചകക്കാരനെ നിയമിച്ചു. ആ പാചകക്കാരൻ മറ്റാരുമല്ല, അത് കിഷൻ. കിഷനെ കണ്ടതും മാന്യ ഞെട്ടിപ്പോയി. ആക്ച്വലി പാചകക്കാരന്റെ വേഷത്തിൽ കിഷൻ ജയിലിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പക്ഷേ ഇതിൽ പറയേണ്ട കാര്യം, എല്ലാവരുടെ മുൻപിൽ വെച്ച് മാന്യ അവനോടൊന്നും ചോദിക്കാനായില്ല. മാന്യ കിഷനോട് സംസാരിക്കാനുള്ള അവസരം തേടുകയായിരുന്നു. ആ അവസരം ഇപ്പോൾ കിട്ടി. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മാന്യയുടെ തിടുക്കം കണ്ടിട്ട് കിഷൻ പ്ലാൻ എന്താണെന്ന് അവനോട് പറഞ്ഞു. അത് കേട്ടതും മാന്യയ്ക്ക് ആശ്വാസമായി. ഇപ്പോൾ മാന്യ വളരെ സന്തോഷത്തിലായിരുന്നു. അവന് വിശ്വാസം വന്നു. അതായത് അവൻ ശരിക്കും ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നുവെന്ന്. ഇങ്ങനെയൊരു വാക്കുണ്ടല്ലോ, എന്തു തന്നെ പൂച്ച കണ്ണുമൂടിക്കൊണ്ട് പാല് കുടിച്ചാലും ഈ ലോകം മുഴുവൻ പൂച്ചയായിരിക്കും ശ്രദ്ധിക്കുന്നതെന്ന്. കിഷൻ വന്നതുകൊണ്ട് ജയിലിന്റെ അവസ്ഥ വീണ്ടും ഒരു വട്ടം പഴയതുപോലെ ആയി.
അവൻ തടവുകാരുടെ ഭക്ഷണ കാര്യത്തിൽ വളരെ നന്നായി ശ്രദ്ധിച്ചു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ഞാനിപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു മുഖ്യമായ കാര്യത്തിനെ കുറിച്ച് പറയാൻ പോകുന്നു. മുഖ്യമായ കാര്യമോ? കാര്യമാണ്? ചേടാ, ഞാൻ പറയുന്നു, കുറച്ച് വെയിറ്റ് ചെയ്യ്. അതായത് നാളെ ഈ സജൻപൂർ ജയിലിൻ്റെ 100ാമത്തെ കൊല്ല ആഘോഷമാണ്. അത് കാരണം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാവർക്കും ഒരു പെരിയ വിരുന്ന് നടക്കാൻ പോകുന്നു. എല്ലാവരും ക്ലാപ്പ് ചെയ്യോ? ഇതാണോ ആ മുഖ്യമായ കാര്യം? പക്ഷേ ഇക്കാര്യം കൊണ്ട് ഞങ്ങൾക്ക് എന്താ നടക്കാൻ പോകുന്നത്? വട പായസം ഭക്ഷണത്തോടൊപ്പം ഒരു ഗുലാബ് ജാമുൻ കൊടുക്കാൻ പോകുന്നോ എന്തോ? ശരിയാണ് പറഞ്ഞത്. ഇല്ല ഇല്ല, ഇപ്രാവശ്യം നിങ്ങൾ എവർക്കും ഗുലാബ് ജാമുൻ കിട്ടില്ല. പക്ഷേ ഈ കിഷൻ സ്പെഷ്യലായിട്ട് ഒരു നൂഡിൽസ് ചെയ്യാൻ പോകുന്നു. കൊള്ളാമല്ലോ, സജൻപൂർ ജയിലിന് നല്ല കാലം വന്നു. അടുത്ത ദിവസം കിഷൻ പറഞ്ഞതുപോലെ തന്നെ സജൻപൂർ ജയിലിൽ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സജൻപൂർ ജയിലിൽ അവിടുത്തെ ജയിലർ, ഭരണാധികാരികൾ, പിന്നെ അവിടെയുള്ള വലിയ വലിയ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. തടവുകാരെല്ലാം ചേർന്ന് ജനഗണമന ഒന്നിച്ചു പാടി. വലിയ വലിയ ഓഫീസർമാർ സജൻപൂരിന്റെ പഴയ ഓർമ്മകൾ പങ്കുവച്ചു. ഇന്ന് വളരെ മുഖ്യമായ ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ സജൻപൂർ ജയിലിൻ്റെ 100ാമത്തെ വർഷമാണ്. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസം ഈ ജയിലിലേക്ക് വന്ന ദിവസം. ഇവിടെ ഉള്ള എല്ലാവരും ചട്ടപ്രകാരം നടക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ ജയിലിൽ തീർച്ചയായും ജോലി ചെയ്യണമെന്ന് വിചാരിച്ചു. അതിൻ്റെ അവകാശവും എനിക്ക് കിട്ടി. പറയണമെങ്കിൽ ഞാൻ കുറേ ജയിലിൽ പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ജയിലിനെ പോലെ വേറെ ഏതുമില്ല. ഇവിടെ ഗുണ്ടന്മാർ കൊല ചെയ്യുന്നവർ വന്നാലും അവരുടെ ശിക്ഷ പൂർത്തിയായി അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ അവർ റൗഡികളായിട്ട് പോകുന്നില്ല. അവർ ഇവിടെ വന്ന് അവരുടെ മനസ്സ് മാറ്റി പുറത്തു പോയി ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. അത് നനയ്ക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഓഫീസർ പറഞ്ഞത് കേട്ടിട്ട് എല്ലാ തടവുകാരും സന്തോഷിച്ചു. എല്ലാരും ഓരോ കാര്യത്തിൽ ബിസിയായിരുന്നു. അപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ കിഷനെ നോക്കിയത്. അവൻ ആരും അറിയാതെ അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്നു. ആക്ച്വലി കിഷൻ തന്റെ കൈകൊണ്ട് ചെയ്ത നൂഡിൽസിൽ എന്തോ ചേർക്കുകയായിരുന്നു. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് കിഷൻ? ഓഫീസറുടെ ശബ്ദം കേട്ടതും കിഷൻ ഞെട്ടിപ്പോയി. അവൻ പേടിച്ചു. അവന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന് കരുതി. എന്തു പറ്റി കിഷൻ? എന്നെ കണ്ട ഉടൻ തന്നെ നിനക്ക് എന്തിനാ വിയർക്കാൻ തുടങ്ങിയത്? അങ്ങനെ ഒന്നും അല്ല സാറേ. നിങ്ങൾ പറഞ്ഞത് എനിക്ക് കേട്ട ഉടൻ തന്നെ ഞാൻ കുറച്ച് പേടിച്ചു പോയി. ശരി, എല്ലാവർക്കും ഭക്ഷണത്തിന് വേഗം ഏർപ്പാട് ചെയ്. പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ടതുമാണ് അവന് ആശ്വാസമായത്. അവൻ ശാന്തമായി തന്റെ പണിയൊക്കെ തീർത്തിട്ട് പുറത്ത് എല്ലാരെയും ഇരുത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പോയി. കുറച്ചു സമയത്തിന് ശേഷം എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് കിഷൻ തടവുകാർക്കൊക്കെ താൻ ചെയ്ത സ്പെഷ്യൽ നൂഡിൽസ് നൽകി. കിഷന്റെയും മാനിയയുടെയും പദ്ധതി വിജയിക്കുന്ന സ്ഥിതിയിലായിരുന്നു. പക്ഷേ വളരെ വിചിത്രമായ കാര്യം, ഒരുപാട് സമയമായിട്ടും ആർക്കും ഒന്നും സംഭവിച്ചില്ല. എല്ലാരും വളരെ സന്തോഷത്തോടെ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇവിടെ എന്താണ് നടക്കുന്നത് കിഷൻ? എന്തിനാണ് ഇവിടെ ഉള്ള എവരും ഇന്നും മയങ്ങാത്തത്? അതാണ് എനക്കും മനസ്സിലാക്കാത്തത്. അപ്പോഴാണ് ചില കോൺസ്റ്റബിൾസ് വന്ന് മാനിയെയും കിഷനെയും അറസ്റ്റ് ചെയ്തത്. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മാനിയും കിഷനും അവിടേക്ക് ചെന്നപ്പോൾ അവർ ആകെ ഞെട്ടിപ്പോയിരുന്നു. എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്? ഇത് നീയാണോ കേൾക്കുന്നു? നിനക്ക് ഒട്ടും നാണമില്ലേ? ഞങ്ങൾ 2 പേർക്കോ? ഇവിടെ നോക്ക്, എനിക്കും ഇതിനും ഒരു സംബന്ധവും ഇല്ല. ആവശ്യമില്ലാതെ എന്നെ ഇതിൽ കൊടുക്കണ്ട. നീ എന്താ വിചാരിച്ചു? ഈ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നീ ഇട്ട പ്ലാന് ഞങ്ങൾക്കറിയില്ലെന്നാണോ? ജയിലിൽ നിന്നും രക്ഷപ്പെടുന്ന കാര്യത്തിനെ കുറിച്ച് പോലീസ് പറഞ്ഞതും മാനിക്കും കിഷനും വിയർത്തൊലിക്കാൻ തുടങ്ങി. അവർക്കൊരു കാര്യം മനസ്സിലായില്ല. ഇക്കാര്യം പോലീസ് എങ്ങനെ അറിഞ്ഞു എന്ന്. എസ്കേപ്പ് ആവാനുള്ള പ്ലാനോ? അതെ, എസ്കേപ്പ് ആവാനുള്ള പ്ലാൻ. നീ എന്താ കരുതി? രാമു ചെയ്ത പാചകത്തിൽ എവർ കലപ്പടം ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ലാന്ന് തോന്നുന്നു. ആ കാര്യം എന്ന് നടന്നു അന്നേ ഞങ്ങൾ നിന്നെ കൺകാണിച്ചു. കാരണം നീ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ നിന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ അതിനുശേഷവും ഞങ്ങൾ ഒരു കാര്യം അറിയണമെന്ന് വിചാരിച്ചു. ആരാണ് നിനക്ക് സഹായം ചെയ്യുന്നത് അറിയാമെന്ന് വിചാരിച്ചു. അതിനുശേഷമാണ് ഇവൻ എൻട്രി ആയത്, ഈ കിഷൻ. എന്താ? ഞാനാണോ? നിങ്ങൾ എന്താണ് പറയുന്നത് ഇൻസ്പെക്ടർ സാർ? എനിക്കും ഇതിക്കും ഒരു സംബന്ധവും ഇല്ല. എന്നെ വിട്ടേക്ക്. നിന്നെ വിടണോ? ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് നാണമില്ലേ? നീ എന്താ കരുതി? നൂഡിൽസിൽ നീ ഏതോ ഒന്ന് കളന്നത് എനിക്ക് അറിയില്ലാന്ന് വിചാരിച്ചതാണോ?
നിന്നെയും ഞങ്ങൾ കൺകാണിച്ചു കൊണ്ട് തന്നെയിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം, നീ പറഞ്ഞത് കാരണമേ ഈ മാന്യ രാമു പാചകം ചെയ്തതിൽ കളപ്പടം ചെയ്തു. കാരണം രാമുവിനെ പണിയിൽ നിന്ന് പുറത്താക്കി നിന്നെ ഇങ്ങ് കൊണ്ടുവരാൻ വിചാരിച്ചു. അതായത് അവന്റെ സ്നേഹിതൻ അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിച്ചു. അവരിട്ട പ്ലാനിങ്ങിനെ കുറിച്ച് പോലീസ് പറഞ്ഞതും കിഷൻ ഒന്നും മിണ്ടിയില്ല. അവരുടെ കള്ളത്തരം പിടിപെട്ടു. ഇപ്പോ അവർ വിഷമിക്കുന്നതല്ലാതെ വേറൊന്നും ചെയ്യാനാകില്ല. ഈ വൃത്തികെട്ട പ്രവൃത്തി കാരണം അവരുടെ ശിക്ഷ വീണ്ടും അധികമായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സജൻപൂരിൽ നിന്നും ദൂരെ എവിടെയോ ഒരു ജയിലിൽ തടവിലാക്കി. അവസാനം മാനിക്കും കിഷനും അവർ ചെയ്തതിനുള്ള ശിക്ഷ ലഭിച്ചു.